ഭക്തഹൃദയങ്ങളിൽ ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ പയ്യാവൂർ ഊട്ട് മഹോത്സവം പരിസമാപ്തിയിലേക്ക്. കുംഭസംക്രമം മുതൽ കുംഭം 12 വരെയുള്ള ഊട്ടുത്സവം ഒരു ജനതയാകെ നെഞ്ചേറ്റിയ മഹോത്സവം. കുടകരുടെ അരിവരവോടെ തുടങ്ങിയ മഹോത്സവ നാളുകളിൽ അതിവിശിഷ്ടമായ ഒട്ടേറെ ചടങ്ങുകൾ. എല്ലാ ദിവസവും തിടമ്പെഴുന്നള്ളത്തും തിരുനൃത്തവും. കുടകർ കിരാതമൂർത്തിയുടെ തിരുനടയിൽ അരി സമർപ്പിച്ച് തുടികൊട്ടി പാട്ട് പാടുന്ന ചടങ്ങ് പയ്യാവൂരിലെ മാത്രം പ്രത്യേകതയാണ്. വ്യത്യസ്ത ദേശങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയായി പയ്യാവൂർ മാറുന്ന കാഴ്ച. 100ഓളം നെയ്യമൃത് മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത് വ്രതക്കാർ നറുനെയ്യുമായി കിരാതമൂർത്തി സന്നിധിയിലെത്തുന്നു. 9 നാളത്തെ കഠിന വ്രതത്തിനു ശേഷം കുംഭം 10-ന് പുലർച്ചെ നെയ്യമൃത് വ്രതക്കാർ കിരാതമൂർത്തിക്ക് നറുനെയ്യ് സമർപ്പിക്കുന്നു. മേളപ്രദക്ഷിണത്തോടുകൂടി ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളത്തും കോമരത്തച്ഛൻ്റെയും നെയ്യമൃതുകാരുടെയും കുഴിയെടുപ്പിൽ നൃത്തവും കാണേണ്ടത് തന്നെ. ഒരു നാടിനെയാകെ ഭക്തിയുടെ പാരമ്യത്തിലെത്തിക്കുന്ന ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ചയും കുംഭം 10-ന് ഞായറാഴ്ച നടന്നു. ആയിരക്കണക്കിന് കാഴ്ചക്കുലകളുമായി നഗ്നപാതരായി വയൽ വരമ്പുകൾ താണ്ടി നൂറുകണക്കിന് ആളുകൾ പയ്യാവൂരപ്പന് ഓമനക്കാഴ്ച സമർപ്പിച്ചു. ജാതിമത ഭേദമില്ലാതെ ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും മഹത്വം വിളിച്ചോതുന്ന കാഴ്ച. അതാണ് ചൂളിയാട് ദേശവാസികളുടെ പയ്യാവൂരപ്പന് സമർപ്പിക്കുന്ന ഓമനക്കാഴ്ച. ശനിയാഴ്ച രാവിലെ അരിയുമായി എത്തിയ കാളകൾ കിരാതമൂർത്തിയെ വണങ്ങി. തുടർന്ന് തിരുനടയിൽ അരിയളവ് നടന്നു. തൊഴുകൈകളോടെ കിരാതമൂർത്തിയെ തൊഴുത കുടകർ തങ്ങളുടെ വേവലാതികളും ആവലാതികളും കിരാതമൂർത്തിയിൽ സമർപ്പിച്ചു. കുംഭം 10-ന് ഓമനക്കാഴ്ച പയ്യാവൂർ സന്നിധിയിലെത്തിയതോടെ നിറകണ്ണുകളോടെ കുടകർ മടങ്ങുന്ന കാഴ്ച ഏവരെയും ഈറനണിയിക്കുന്നതാണ്. ഇനി അടുത്ത ഊട്ടുത്സവത്തിന് കാണാമെന്ന പ്രതീക്ഷയോടെയുള്ള മടക്കയാത്ര. പയ്യാവൂർ ഊട്ടുത്സവത്തിൻ്റെ അതിവിശിഷ്ടമായ വഴിപാടാണ് പ്രഥമൻ വിലക്ക്. ഒരുപക്ഷെ പയ്യാവൂരിൽ മാത്രം കാണുന്ന വഴിപാട്. 110 കിലോ അരിയും 700 തേങ്ങയും 2 കിൻഡൽ വെല്ലവും 5 കിലോ നെയ്യും ചേർത്തുണ്ടാക്കുന്ന അടപ്രഥമൻ. ഇതിനുവേണ്ട അരി മുഴുവനും ഉരലിൽ പൊടിച്ചെടുക്കുന്നതാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അരി പൊടിക്കാനുള്ള അവകാശം നായർ സമുദായത്തിലെ യാദവ വിഭാഗത്തിന് മാത്രമാണ്. കുംഭം 11-ന് ഒഴികെ മറ്റെല്ലാ ദിവസവും ഈ വിശിഷ്ട വഴിപാട് കിരാതമൂർത്തിക്ക് സമർപ്പിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയമാണ് പയ്യാവൂരിലെ ഊട്ടുത്സവം. കുംഭം 11-നുള്ള വിശേഷാൽ ചടങ്ങായ നെയ്യാട്ടം, ഇളനീരാട്ടം, കളഭാട്ടം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് നെയ്യമൃതുകാരുടെ അടിയിലൂണ് എന്ന ചടങ്ങും നടന്നു. കുംഭം 12-ന് ചൊവ്വാഴ്ച ശ്രീഭൂതബലിയും തിരുനൃത്തവും നടക്കും. തുടർന്ന് നടക്കുന്ന കളത്തിലരിയും പാട്ടോടുകൂടിയാണ് പയ്യാവൂർ ഊട്ടുത്സവ ചടങ്ങുകൾ സമാപിക്കുന്നത്. ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും വിവിധങ്ങളായ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
ശരി പറയ്, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.